ഓക്കെ, നമ്മൾ ആദ്യം നോക്കുന്നത് ഫെബ്രുവരി 2 ആണ്. ഫെബ്രുവരി 2 പ്രത്യേകത എന്താണ്? ആദ്യം നോക്കുന്നത് ഫെബ്രുവരി 2 ആണ്. പ്രത്യേകത എന്താണ്? ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. അതിന് 2025 പ്രമേയം. 2025 പ്രമേയമാണ് എന്ത്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് എന്ത്? 2025 പ്രമേയം. ഇനി നമുക്ക് 2024 പ്രമേയം നോക്കാം. 2024 പ്രമേയമാണ് എന്ത്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. നമുക്കപ്പോൾ എന്താണ് പഠിച്ചത്? ഫെബ്രുവരി 2 എന്താണ്? ലോക തണ്ണീർത്തട ദിനമാണ്. അതിന് 2025 പ്രമേയമാണ് എന്ത്? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ഇനി 2024 പ്രമേയം എന്താണ്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നാണ് 24 പ്രമേയം. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ്? ഫെബ്രുവരി 4 ആണ്. ഫെബ്രുവരി 4 പ്രത്യേകത എന്താണ്? ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 പ്രത്യേകതയാണ് ലോക ക്യാൻസർ ദിനം. അത് 2025 പ്രമേയമാണ്. 2025 പ്രമേയമാണ് എന്ത്? യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് 2025 പ്രമേയം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള 2024 2024 പ്രമേയം ചോദിച്ചാൽ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നാണ് എന്ത്? 2024 പ്രമേയം. അപ്പോൾ നമ്മൾ രണ്ടാമത് പഠിച്ചതാണ് ഫെബ്രുവരി 4 ആണ് ലോക ക്യാൻസർ ദിനമാണ്. 2025 പ്രമേയമാണ് എന്ത്? യുണൈറ്റഡ് ബൈ യുണീക്ക്. 2024 പ്രമേയം ചോദിച്ചാൽ എന്താണ്? ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. നമുക്കിനി അടുത്ത് പഠിക്കാനുള്ള ഡേറ്റ് എന്താണ്? മാർച്ച് 8 ആണ്. മാർച്ച് 8 പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര വനിതാ ദിനമാണ് എന്ത്? മാർച്ച് 8. അത് 2025 പ്രമേയം നോക്കാം. 2025 പ്രമേയമാണ് എന്ത്? എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നാണ് 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് മാർച്ച് 21 മാർച്ച് 21 പ്രത്യേകത എന്താണ്? ലോക വനദിനം. മാർച്ച് 20 പ്രത്യേകതയാണ് ലോക വനദിനം. അതിൽ 2025 പ്രമേയം എന്താണ്? 2025 പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ് എന്ത്? 2025 പ്രമേയം. നമുക്ക് ഇത്രയും നാല് പ്രമേയങ്ങൾ, നാല് ദിനങ്ങൾ, 4 പ്രമേയങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു പോകാം. ഫെബ്രുവരി 2 നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ലോക തണ്ണീർത്തട ദിനം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 2025 പ്രമേയം എന്താണ്? നമ്മുടെ പൊതുഭാവിക്കായി എന്ത് സംരക്ഷിക്കണം? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക. ഇനി 2024 പ്രമേയമാണ് എന്ത്? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നാണ് 2024 പ്രമേയം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ഫെബ്രുവരി 4 ആണ്. ഫെബ്രുവരി 4 എന്താണ് പ്രത്യേകത? ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4. അതിൻ്റെ 2025 പ്രമേയമാണ് എന്ത്? യുണൈറ്റഡ് ബൈ യുണീക്ക്. 2025 പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. 2024 പ്രമേയം ചോദിച്ചാൽ ഏതാണ്? ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. നമ്മൾ അതിന് അടുത്ത് പഠിച്ച ദിനം ഏതാണ്? മാർച്ച് 8 ആണ്. മാർച്ച് 8 ആണ് എന്ത്? അന്താരാഷ്ട്ര വനിതാ ദിനം. അതിൻ്റെ പ്രമേയം എന്താണ്? എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എന്നാണ് 2025 പ്രമേയം. ഇനി നമ്മൾ അടുത്ത് പഠിച്ചത് മാർച്ച് 21 മാർച്ച് 21 ലോക വനദിനം. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രമേയം എന്താണ്? 2025 പ്രമേയമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ് 2025 പ്രമേയം. ഇത് ഓക്കെയാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ദിനത്തിലോട്ട് പോവാം. നമുക്കിനി അടുത്ത് നോക്കാനുള്ള എന്താണ്? മാർച്ച് 22 ആണ്. നമ്മൾ അടുത്ത് നോക്കാനുള്ള ദിനമാണ് മാർച്ച് 22. എന്താണ് പ്രത്യേകത മാർച്ച് 22? ലോക ജലദിനം. മാർച്ച് 22 പ്രത്യേകതയാണ് ലോക ജലദിനം. 2025 പ്രമേയം നോക്കാം. 2025 പ്രമേയമാണ് എന്ത്? ഹിമാനി സംരക്ഷണം. 2025 പ്രമേയമാണ് ഹിമാനി സംരക്ഷണം. ഓക്കെ, നമ്മൾ എന്താണ് പഠിച്ചത്? മാർച്ച് 22 ആണ് പഠിച്ചത്. മാർച്ച് 22 ലോക ജലദിനമാണ്. 2025 പ്രമേയം എന്താണ്? 2025 പ്രമേയമാണ് ഹിമാനി സംരക്ഷണം. നമുക്കിനി അടുത്ത് നോക്കാനുള്ള മാർച്ച് 23. മാർച്ച് 23 പ്രത്യേകത എന്താണ്? ലോക കാലാവസ്ഥാ ദിനമാണ് മാർച്ച് 23. അതിൻ്റെ 2025 പ്രമേയം. 2025 പ്രമേയം എന്താണ്? മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക. മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നികത്തുക എന്നാണ് 2025 ലോക കാലാവസ്ഥാ ദിന പ്രമേയം. ഓക്കെ, നമുക്കിനി അടുത്ത് നോക്കാനുള്ളത് മാർച്ച് 24. മാർച്ച് 24 പ്രത്യേകത എന്താണ്? ലോക ക്ഷയദിനം. മാർച്ച് 24 പ്രത്യേകത എന്താണ്? ലോക ക്ഷയദിനമാണ്. നമുക്ക് 2025 പ്രമേയം നോക്കാം. 2025 പ്രമേയം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നാണ് 2025 പ്രമേയം. ഇനി 2024 പോയ എന്താണ് പ്രത്യേകത? ഈ മൂന്ന് വേടങ്ങ് മാറ്റിയാൽ മതി. എന്താണ്? യെസ് വി ക്യാൻ എൻഡ് ടി ബി എന്നാണ് 2024 പ്രമേയം. ഓക്കെ, നമ്മൾ പഠിച്ചെന്താണ്? ലോക ക്ഷയദിനമാണ് എന്ത്? മാർച്ച് 24. 2025 പ്രമേയം എന്താണ്? 2025 പ്രമേയമാണ് എന്ത്? യെസ് വി ക്യാൻ എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നാണ് അതിൻ്റെ പ്രമേയം. നമ്മൾ 2024 പോയി. 2024 എന്താണ്? ആ 3 വേടങ്ങ് മാറ്റിയാൽ മതി. എന്താണ്? യെസ് വി ക്യാൻ എൻഡ് ടി ബി എന്നാണ് എന്ത്? 2024 പ്രമേയം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള ഏതാണ്? ഏപ്രിൽ 7 പ്രത്യേകത എന്താണ്? ലോക ആരോഗ്യ ദിനമാണ്. ഏപ്രിൽ 7 പ്രത്യേകതയാണ് ലോക ആരോഗ്യ ദിനം. 2025 പ്രമേയം നോക്കാം നമുക്ക്. ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷയുള്ള ഭാവികൾ. എന്നാണ് 2025 പ്രമേയം. ആരോഗ്യകരമായ തുടക്കം പ്രതീക്ഷയുള്ള ഭാവികൾ. ഇനി 2024 നോക്കാം. 2024 എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് 2024 ലോക ആരോഗ്യ ദിന പ്രമേയം.
ഓക്കെ, നമുക്ക് അതൊന്നുകൂടെ നോക്കാം. എന്താണ് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. 2025 പ്രമേയമാണ് എന്ത്? ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷയുള്ള ഭാവികൾ. ഇനി 2024 പ്രമേയമാണ് എന്ത്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. നമുക്ക് ഇപ്പം പഠിച്ച 4 കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പോവാം. എന്താണ്? മാർച്ച് 22 പ്രത്യേകം എന്താണ്? ലോക ജലദിനമാണ്. 2025 പ്രമേയമാണ് എന്ത്? ഹിമാനി സംരക്ഷണം. അടുത്ത് പഠിച്ച മാർച്ച് 23 എന്താ? മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. മാർച്ച് 23 ലോക കാലാവസ്ഥ ദിനം. 2025 പ്രമേയം എന്താണ്? മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് നിർത്തുക എന്നതാണ് 2025 പ്രമേയം. ഇനി നമ്മൾ അടുത്ത് പഠിച്ച മാർച്ച് 24 മാർച്ച് 24 പ്രത്യേകം എന്താണ്? ലോക ക്ഷയദിനമാണ്. അതിൽ 2025 പ്രമേയം എന്താണ് നമ്മൾ പഠിച്ചത്? യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ. ഇനി നമുക്ക് 2024 നോക്കാം. 2024 എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ് 2024 പ്രമേയം. ഇനി നമ്മൾ അടുത്ത് പഠിച്ചത് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. ലോക ആരോഗ്യ ദിനത്തിന്റെ 2024 പ്രമേയമാണ് എന്ത്? ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷയുള്ള ഭാവികൾ എന്നാണ് എന്ത്? 2025 പ്രമേയം. 2024 പ്രമേയം നമ്മൾ എന്ത് പറഞ്ഞു? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് 2024 പ്രമേയം. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കുന്ന ദിനമാണ് ഏപ്രിൽ 22. പ്രത്യേകം എന്താണ്? ലോക ഭൗമദിനമാണ് ഏപ്രിൽ 22. 2025 പ്രമേയം നോക്കാം. 2025 പ്രമേയമാണ് നമ്മുടെ ഗ്രഹം എന്നാണ് 2025 പ്രമേയം. എന്താണ്? ഏപ്രിൽ 22 ലോക ഭൗമദിനം. അതിന് 2025 പ്രമേയം എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഓക്കെ, നമുക്ക് അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത് നോക്കാനുള്ള പ്രധാനപ്പെട്ടതാണ് ജൂൺ 5. ജൂൺ 5 പ്രത്യേകം എന്താണ്? ലോക പരിസ്ഥിതി ദിനമാണ് എന്ത്? ജൂൺ 5. അതിന് 2025 പ്രമേയമാണ് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓക്കെ, നമുക്ക് അതിൻ്റെ ആദ്യ രാജ്യം കൂടെ നോക്കിയിട്ട് പോകാം. 2025 ആദ്യ രാജ്യമാണ് ദക്ഷിണ കൊറിയയിൽ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെ നിന്ന് പറയണം? ജുഹുദ്വീപ്. ദക്ഷിണ കൊറിയയിലെ ജുഹുദ്വീപിലാണ് എന്ത്? 2025 ആദ്യ രാജ്യം ദക്ഷിണ കൊറിയയിലെ ജുഹുദ്വീപാണ്. അതിൻ്റെ പ്രമേയം എന്താണ്? 2025 പ്രമേയം എന്താണ്? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് 2025 പ്രമേയം. നമുക്ക് നോക്കാനുള്ള 2024 നോക്കിയിട്ട് പോകാം. 2024 പ്രമേയമാണ് ഭൂമി പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. അതിൻ്റെ ആദ്യ രാജ്യം പഠിച്ചിരിക്കുക. ആദ്യ രാജ്യമാണ് അത്? സൗദി അറേബ്യ. ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. ജൂൺ 5 എന്ത്? ലോക പരിസ്ഥിതി ദിനം. അതിന് 2025 പ്രമേയമാണ് എന്ത്? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് 2025 പ്രമേയം. അതിൻ്റെ ആദ്യ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. ആദ്യ രാജ്യമാണ് 2025 ആദ്യ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ദക്ഷിണ കൊറിയയിൽ എവിടെയെന്ന് വെച്ചാൽ എവിടെയെന്ന് പറയണം? ജുഹുദ്വീപിലാണ്. ഇനി 2024 നോക്കാം. 2024 ആദ്യ രാജ്യം നമ്മൾ എവിടെ പറഞ്ഞു? സൗദി അറേബ്യ എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രമേയമാണ് എന്ത്? ഭൂമി പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം, വരൾച്ചാ പ്രതിരോധം എന്നാണ് 2024 പ്രമേയം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാനുള്ള ഏതാണ്? ജൂൺ 21 പ്രത്യേകം എന്താണ്? അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ജൂൺ 21. അല്ല, 2025 പ്രമേയം നോക്കാം. 2025 പ്രമേയമാണ് ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ എന്നാണ് 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, നമുക്ക് ഈ 3 ഒന്നുകൂടെ നോക്കാം. ഏപ്രിൽ 22 എന്താണ്? ലോക ഭൗമദിനമാണ്. ഏപ്രിൽ 22 ലോക ഭൗമദിനം. അതിന്റെ പ്രത്യേക 2025 പ്രമേയം എന്താണ്? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നാണ് 2025 പ്രമേയം. ഇനി ജൂൺ 5 നമ്മൾ എന്താണ്? ലോക പരിസ്ഥിതി ദിനം. അടുത്ത് നോക്കിയതാണ് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. 2025 പ്രമേയം ചോദിച്ചാൽ എന്താണ്? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 പ്രമേയമാണ് എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ആദ്യ രാജ്യം ചോദിച്ചാൽ എവിടെ എന്ന് പറയണം? സൗത്ത് കൊറിയയാണ്, ദക്ഷിണ കൊറിയയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെ എന്ന് പറയണം? ജുഹുദ്വീപിലാണ്. ഇനി 2024 പ്രമേയമാണ് എന്ത്? ഭൂമി പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം, വരൾച്ചാ പ്രതിരോധം. അതിൻ്റെ ആദ്യ രാജ്യം എവിടെയാണ്? 2024 പ്രമേയത്തിൻ്റെ ആദ്യ രാജ്യം എവിടെയെന്ന് വെച്ചാൽ സൗദി അറേബ്യയാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കിയ ഏതാണ്? ജൂൺ 21 പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. 2025 പ്രമേയം പറഞ്ഞ എന്താണ്? ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. 2025 പ്രധാനപ്പെട്ട ദിനങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ഇത് യൂസ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.